അഭിഭാഷകരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് കൂടുതൽ സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജിയിൽ ഇ ഇന്ന് മറുപടി കൊടുക്കും. നിലവിൽ ആഴ്ചയിൽ 2 ദിവസമാണ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി. ഇത് 5 ദിവസമാക്കണം എന്നാണ് ആവശ്യം. ആർ രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, ഡൽഹി എങ്ങനെ യഥാർത്ഥത്തിൽ ഈ കെജ്രിവാൾ ജയിലിനുള്ളിൽ ആയതിനു ശേഷം ഡൽഹിയുടെ അവസ്ഥ എന്താണ്? ഡൽഹിക്കാരെ സംബന്ധിച്ച് ഡൽഹിയുടെ മുഖ്യമന്ത്രി ജയിലിലാണ് എന്നത് വസ്തുതയായിട്ട് അംഗീകരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു. ഡൽഹിയിലെ മുഖ്യമന്ത്രി ജയിലിലായതുകൊണ്ട് തന്നെ അദ്ദേഹം ചില സന്ദേശങ്ങൾ അദ്ദേഹത്തിന് ഏതെങ്കിലും ഉത്തരവിറക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ല. എന്നാൽ ചില സന്ദേശങ്ങൾ വഴി നിലവിൽ ഡൽഹിയിലുള്ള ഏതെങ്കിലും ഭരണപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇടപെടൽ നടത്തുന്നുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ആം ആദ്മി MLA-മാരോട് ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന സന്ദേശം. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ വഴി അദ്ദേഹത്തിൻ്റെ സന്ദേശം എല്ലാ ദിവസവും അദ്ദേഹം എത്തിക്കാനായിട്ടുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അതിനിടയിൽ ഒരു ചെറിയ വിവാദമൊക്കെ ഇപ്പോഴുണ്ടാകുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ചിത്രം ആം ആദ്മി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അവർ ഭഗത് സിംഗിനും ഡോക്ടർ BR അംബേദ്കറിനുമൊപ്പം ഇന്നലെ സുനിത കെജ്രിവാൾ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിലിലായ ചിത്രം കൂടി പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഏതായാലും ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹിയിലെ മുഖ്യമന്ത്രി ജയിലഴിക്കുള്ളിലാണ് എന്നത് വളരെ വിഷമകരമായിട്ടുള്ള, സാധാരണക്കാരെ സംബന്ധിച്ച് വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുത അറിയണം എന്ന താല്പര്യം എല്ലാ കോണുകളിൽ നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷ വിചാരണ കോടതി പരിഗണിക്കും. ആ അപേക്ഷയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് 2 ദിവസം അഭിഭാഷകരെ കാണാനാണ്, ജയിലിൽ അഭിഭാഷകരെ കാണാനാണ് ഇപ്പോൾ വിചാരണ കോടതി അനുവാദം നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തൻ്റെ പേരിൽ ഈ കേസ് മാത്രമല്ല, രാജ്യത്തെ പല ഭാഗങ്ങളിൽ മറ്റ് നിരവധി കേസുകൾ ഉണ്ട്. ഈ കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ കേസുകൾക്കെല്ലാം ആധാരം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണമെങ്കിൽ ഈ 2 ദിവസം മാത്രം അഭിഭാഷകരെ കണ്ടാൽ സാധിക്കില്ല. തനിക്ക് 5 ദിവസം അഭിഭാഷകരെ കാണാനായിട്ടുള്ള അനുവാദം നൽകണമെന്ന അപേക്ഷയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. EDയുടെ മറുപടി ഇന്ന് ഇക്കാര്യത്തിൽ വരും. നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് ED ഈ വിഷയത്തിൽ അത്ര അനുകൂലമായിട്ട് പ്രതികരിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. കോടതി അദ്ദേഹത്തിന് കൂടുതൽ ദിവസം അനുവദിച്ചാൽ അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന ഈ നിയമ പോരാട്ടം അതിന് കൂടുതൽ ശക്തി നൽകുന്നതായിരിക്കും ഇപ്പോഴത്തെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടി. SK രാധാകൃഷ്ണൻ, മറ്റൊരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട്, ഈ NCERT പുസ്തകത്തിൽ ഈ ബാബറി മസ്ജിദ് തകർത്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പുസ്തകങ്ങളിൽ അടിക്കുന്നു എന്ന കാര്യം 10,000-ലധികം സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആണ് SK. ആ തീരുമാനം ഏതാണ്ട് 1 വർഷത്തിന് മുമ്പ് NCERTക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച പാഠ്യ പദ്ധതി പരിഷ്കരണ സമിതി നൽകിയ റിപ്പോർട്ട്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഐസക് ഒക്കെ ഉൾപ്പെടുന്ന ഹിസ്റ്ററി കൗൺസിലിൻ്റെ CI ഐസക് ഒക്കെ ഉൾപ്പെടുന്ന സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം നൽകിയത്. ആ സമിതി നൽകിയ നിർദ്ദേശം അനുസരിച്ച് സെൻസിറ്റീവായിട്ടുള്ള പൊളിറ്റിക്കൽ സബ്ജക്ട്സ്, അത് ഈ രാഷ്ട്രതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് വിദ്വേഷം ജനിപ്പിക്കുന്ന വിധത്തിൽ പുസ്തകങ്ങളിൽ ഉണ്ടായിരുന്ന പരാമർശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന നിർദ്ദേശമാണ് ഫലത്തിൽ വെച്ചത്. പക്ഷേ അത് വന്ന് കലാശിച്ചിരിക്കുന്നത് ഈ ബാബറി മസ്ജിദ് തകർക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, ഒപ്പം ഗോദ്ര അടക്കമുള്ള കലാപങ്ങളെ സംബന്ധിച്ച, ഗുജറാത്ത് കലാപങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പരാമർശങ്ങൾ, ഇവയൊക്കെ 12ാം ക്ലാസ്സിലെ പാഠ്യ പുസ്തകത്തിൽ നിന്ന്, രാഷ്ട്രതന്ത്ര പാഠ്യ പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അതിന് പകരം ഇപ്പോൾ വന്നിട്ടുള്ളത് രാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങളാണ്. രാജ്യത്തെ ഏതാണ്ട് 30,000-ഓളം സ്കൂളുകളിലാണ് ഈ NCERTയുടെ പുസ്തകം പഠിപ്പിക്കുന്നത്. നേരത്തെയും ചില വിവാദ തീരുമാനങ്ങളൊക്കെ NCERTയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ പാഠ്യ പദ്ധതി പരിഷ്കരിച്ചത്, പുതിയ രീതിയിലുള്ള പദ്ധതിയുടെ പ്രകാരമുള്ള പുസ്തകം അത് ഇവരുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. ഈ പുസ്തകമായിരിക്കും ഈ പുതിയ അധ്യയന വർഷം പഠിപ്പിക്കുകയും ചെയ്യുന്നത്. SK